ഹലോ ഹായ്. അപ്പം ഞാനും അമ്മയും കൂടി കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലൊക്കെ മേടിക്കാൻ കടയിലോട്ട് പോയിട്ട് വരാം. അങ്ങനെ പാലൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുമ്പോൾ സാധനമൊക്കെ മേടിച്ച് അമ്മയൊന്ന് ചിരിക്കുക. വീട്ടിലോട്ട് പോയിട്ട് വേറെ കുറച്ച് സ്ഥലങ്ങൾ വരെ പോകണം. അപ്പം ഇത് വഴിയേ കാണാം. ഓക്കെ. അങ്ങനെ വീട്ടിലെത്തി കുളിച്ച് റെഡിയായപ്പോഴേക്ക് കൂട്ടുകാർ വന്നിട്ടുണ്ട്. അതേപോലെ അനന്തു കാറൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ വണ്ടിയിൽ കയറി പാട്ടൊക്കെ ഇട്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇന്ന് ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യത്തിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി വണ്ടി നമ്മൾ ഒതുക്കിയിട്ടിട്ട് നേരെ വീട്ടിലോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് കഴിക്കാനായിട്ട് കാപ്പി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് വൈബ് ചെയ്തുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന് ബാക്കി കൂട്ടുകാരെല്ലാം വീട്ടിലേക്ക് ആക്കിയിട്ട് തിരിച്ച് ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അബിയുടെ വീട്ടിലേക്കാണ്, അബിയെ വിളിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അബി എന്ന് പറയുന്ന പയ്യനെ വിളിച്ചിട്ട് നേരെ ഞങ്ങൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, കാർ ഓടിച്ചൊന്ന് കൈ തെളിയാൻ വേണ്ടിയിട്ടാണ്. ചൂട് സഹിക്കാൻ വയ്യാതെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വെളിയിലിരിക്കുകയാണ്, ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട്. അനന്തു അബിയെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ സൈഡിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ടീംസും ഉണ്ട്. അങ്ങനെ കാറൊക്കെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇനി അബിയെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് കുഴിയത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഴിയത്തെത്തി അബിയെ അവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട്. അബിയാണ് പോകുന്നത്. അപ്പം നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഞാനും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അമ്പലം വരെ പോകണം. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തി അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിലോട്ട് പോയിട്ട് വരാം. അങ്ങനെ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. തൃക്കോയിക്കൽ അമ്പലത്തിലാണ് വന്നത്. ഒന്ന് പോയി തൊഴുതിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് അമ്പലത്തിന് തൊട്ട് വെളിയിലായിട്ട് വന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.